നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് കൊല്ലം 12 നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളും മതേതരവാദികളുമൊക്കെ ഇദ്ദേഹത്തെ താഴെ ഇറക്കാനായിട്ട് പഠിച്ച പണി 18 19 പയറ്റി. ഇതുവരെയും അത് ക്ലച്ച് പിടിച്ചിട്ടില്ല. ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം വന്നു. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് വോട്ട് ചോർ ഗദ്ദാ ചോട്ട് എന്ന അതിഗംഭീരമായ മറ്റൊരു മുദ്രാവാക്യം ഇറക്കി. അതും ക്ലച്ച് പിടിച്ചില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു. അത് ജനങ്ങൾ അംഗീകരിച്ചില്ല. അത് സുപ്രീം കോടതിയും അംഗീകരിച്ചില്ല. അത് കഴിഞ്ഞ് വോട്ടർ പട്ടികയ്ക്കെതിരെ വലിയ കലാപം അഴിച്ചുവിട്ടു. അതും ഫലവത്തായില്ല. വോട്ടർ പട്ടിക തിരുത്തിയിട്ടും തിരുത്താഞ്ഞിട്ടും വലിയ വ്യത്യാസമൊന്നും വന്നില്ല. വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്തിയപ്പോൾ പശ്ചിമ ബംഗാളിൽ പോലും പേര് വെട്ടിപ്പെട്ടു പോയത് 63% ഹിന്ദുക്കളായിരുന്നു, ബാക്കി മുസ്ലിങ്ങൾ. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗുമ്മ് എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പലവിധ നമ്പറുകൾ പയറ്റി പൊളിഞ്ഞ് പാളീസായിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുമൊക്കെ വളരെ പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കിയത് ഒരേ ഒരു സംഗതിയിലേക്കാണ്. അതെന്ന് വെച്ചാൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വാവിട്ട ഒരു വാക്കാണ് ഈ കോക്രോച്ച് എന്ന് പറഞ്ഞ പ്രതിഭാസത്തിന് ആധാരമായി ഭവിച്ചത്. അപ്പോൾ ഇതേ തുടർന്ന് ഇവിടെ പാർട്ടികളുടെ ഇടയിൽ വലിയ ഒരു പ്രതിഷേധമുണ്ടായി. ഏതുപോലെയെന്ന് വെച്ചാൽ ഈജിപ്തിനെ പണ്ട് അവിടുത്തെ ഏകാധിപത്യത്തെ തകർത്ത മുല്ലപ്പൂ വിപ്ലവം പോലെ, ജാസ്മിൻ റവല്യൂഷൻ, അല്ലെങ്കിൽ സമീപകാലത്ത് നേപ്പാളിലുണ്ടായ ജെൻസി കലാപം പോലൊരു സംഗതി, അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉടനെ ഉണ്ടാകും. അത് പാറ്റ വിപ്ലവം അഥവാ കോക്രോച്ച് റവല്യൂഷൻ ആയിരിക്കും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചത്. ആ പ്രത്യാശ കാര്യമായിട്ട് പങ്കുവച്ചത് ഒന്ന് ഈ CPI ML പോലെയുള്ള പാർട്ടികളും പ്രസ്ഥാനങ്ങളും, പിന്നെ അല്പാൽപമായിട്ട് SFI DYFI മുതലായ സംഘടനകളും, പിന്നെ പ്രത്യയശാസ്ത്ര തലത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധി, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് മുതലായ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ആഗ്രഹിച്ചത് ഇവിടെ ഒരു പാറ്റ വിപ്ലവം ഉണ്ടാവും, കൂറ വിപ്ലവം എന്നോ കോക്രോച്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതോടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാവരും തെരുവിലിറങ്ങി അതിഭയങ്കരമായി സമരിച്ചു. ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ശക്തിയിലും അതിൻ്റെ ഒരു മാരകമായ പ്രഹരശേഷിയിലും പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ആടി ഉലയുകയും പിന്നെ വൈകാതെ നിലം പതിക്കച്ചു. രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത് ഒരു കൊല്ലത്തിനകത്ത് ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവും എന്നാണ്. അത് സ്വാഭാവികമാണല്ലോ. നമ്മളിപ്പോൾ ബീഹാറിൽ വലിയ ഭരണമാറ്റം കണ്ടു, ബംഗാളിൽ കണ്ടു, തമിഴ്നാട്ടിൽ കണ്ടു, മറ്റു പല സ്ഥലത്തും കണ്ടു. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ. അപ്പോൾ ഭരണമാറ്റം ഉടനെ ഉണ്ടാകും എന്ന് രാഹുൽ ഗാന്ധി വിശ്വസിക്കുമ്പോഴും അത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് പുള്ളിക്ക് പറയത്തക്ക ധാരണയൊന്നുമില്ല. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, ഭരണമാറ്റം ഉണ്ടായേ മതിയാവൂ എന്ന് ശടിക്കുന്നവർ എല്ലാവരും പ്രത്യാശാപൂർവ്വം നോക്കിയത് ഈ പാറ്റ വിപ്ലവത്തിലേക്കായിരുന്നു. പാറ്റ വിപ്ലവത്തിൻ്റെ അമരക്കാരനായ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അമേരിക്കയിലായിരുന്നു. പുള്ളി അമേരിക്കയിൽ നിന്ന് പ്ലെയിനിൽ കയറി ഡൽഹിയിൽ വന്നിറങ്ങി. അപ്പോൾ പലരും വിചാരിച്ച് ഇദ്ദേഹത്തെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞു വയ്ക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ പണ്ട് ഈ ജന്തർ മന്ദറിൽ സത്യാഗ്രഹത്തിന് വന്ന അണ്ണാ ഹസാരെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് അഴിമതി കേസിൽ പ്രതികളായിട്ടുള്ള സർവശ്രീ രാജയും കനിമൊഴിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അഴിമതിക്കാർ കിടക്കുന്ന അതേ ജയിലിലേക്ക് അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ വന്ന ആളെയും പിടിച്ചിട്ടു എന്നുള്ളതാണ് UPA സർക്കാരിൻ്റെ അതിഭയങ്കരമായ രാഷ്ട്രീയ വിവേകം. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ അഴിമതിക്കെതിരെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തേക്കാൾ ഭയങ്കരമായി ഈ സർക്കാരിൻ്റെ തോന്നിവാസിനെതിരെ ഉണ്ടായ പ്രതിഷേധം. അങ്ങനെയൊക്കെയാണ് മൻമോഹൻ സിംഗിൻ്റെ രണ്ടാമത്തെ സർക്കാർ ആകെ മൊത്തം ആ ജനപ്രീതി നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച പരാജയം നേരിടുന്ന അവസ്ഥയിലേക്ക് പോയത്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു അബദ്ധം ഇപ്പോഴത്തെ സർക്കാർ ചെയ്തില്ല. അഭിജിത്ത് ദീപ്കെ വരട്ടെ, ജന്തർ മന്ദറിൽ അവരുടെ വമ്പിച്ച സമ്മേളനം നടക്കട്ടെ എന്നെല്ലാവരും വിചാരിച്ചു. സർക്കാർ വിചാരിച്ചു വരട്ടെ, എത്ര ആൾ കൂടുന്നു നോക്കാമല്ലോ. അപ്പോൾ ആയിരക്കണക്കിനല്ല, 10,000-കണക്കിനല്ല, 900-കണക്കിന് ആളുകൾ പങ്കെടുക്കും എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞത്. ഏതാണ്ട് അത്രയൊക്കെ തന്നെ ആളുകൾ പങ്കെടുത്തു. ഇവർ വിചാരിച്ച പോലെയുള്ള ഒരു ആൾക്കൂട്ടമൊന്നും ഉണ്ടായില്ല. ആൾക്കൂട്ടം ഉണ്ടായില്ല എന്നുള്ള കാര്യം നമ്മുടെ മലയാളത്തിലെ മതേതര മാധ്യമങ്ങൾ വരെ സമ്മതിച്ചു. അതിനെക്കുറിച്ച് ഇന്ന് മാധ്യമം കഥനഭാരം കൊണ്ട് കരകവിയുന്ന ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അത് വായിച്ച ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഈ പാറ്റ വിപ്ലവം നമ്മൾ ഉദ്ദേശിച്ച ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അത് തരംഗമൊന്നും ആയിട്ടില്ല. എന്നാലും ഒരു അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അടിയുടെ ഒഴുക്കായിരിക്കും.
എവിടെ നിന്ന് എങ്ങോട്ട് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ പാർട്ടി വിപ്ലവം ക്ലച്ച് പിടിച്ചില്ല എന്നുള്ള കാര്യം മാധ്യമവും പത്രവും ജമാഅത്തെ ഇസ്ലാമിയും വരെ സമ്മതിക്കുന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ മറ്റ് മാധ്യമങ്ങളൊക്കെ ഇത് പറഞ്ഞു. ഇവർ ഉദ്ദേശിച്ച പോലുള്ള ആളൊന്നും കൂടിയില്ല, വന്ന ആളുകൾ തന്നെ ഇതിൽ വലിയ താല്പര്യമൊന്നുമുള്ളവരല്ല, ഇവിടെ എന്താ നടക്കണമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നവരാണ് എന്നൊക്കെയാണ്. ഏതായാലും പാർട്ടി വിപ്ലവം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഈ ദീപ് കെ പറയുന്നത്. പുള്ളി കേന്ദ്ര ഗവൺമെൻറ്റിന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ഈ വരുന്ന 13-ാം തീയതിക്കുള്ളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പുള്ളി പറഞ്ഞിട്ടില്ല. അതായത് ഇനി ഭയങ്കരമായ സമരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. കോഴിക്കോട്ടും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോട്ടയത്തും പാലക്കാട്ടും തൃശ്ശൂരുമൊക്കെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾ അണിനിരക്കും. അതുപോലെ കോയമ്പത്തൂർ, മധുരയിൽ, വിജയവാഡയിൽ, നാഗപട്ടണത്ത്, പൂനെയിൽ, ബോംബെയിൽ, ജയ്പൂരിൽ, ജോധ്പൂരിൽ, ഭോപ്പാലിൽ, അങ്ങനെ എവിടെയൊക്കെ യുവാക്കളുണ്ടോ, എവിടെയൊക്കെ പട്ടണങ്ങളുണ്ടോ, എവിടെയൊക്കെ നഗരങ്ങളുണ്ടോ അവിടെയൊക്കെ അതിഭയങ്കരമായ ജനകീയ പ്രതിഷേധം അലയടിച്ചു വരും. ആ പ്രതിഷേധത്തിൻ്റെ കാഠിന്യത്തിൽ, അതിൻ്റെ തീവ്രതയിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഒലിച്ചു പോകും. ഇതാണ് ദീപ് കെയുടെ ആ ഒരു വിശ്വാസം. അപ്പോൾ 10,000-കണക്കിനുള്ള, 1000-കണക്കിനുള്ള, 900-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വമ്പിച്ച റാലികളും പൊതുസമ്മേളനങ്ങളും ഇനി വരാൻ പോവുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതാണ് പ്രധാനം നല്ലത്, മോഡിക്കും നല്ലത്, രാജ്യത്തിനും നല്ലത്, നമുക്കും നല്ലത്. ഇനി രാജിവെച്ചില്ലെങ്കിൽ സംഗതി പുലുവാനാവും. അപ്പോൾ ഏതായാലും പാറ്റകൾ ചിറകടിച്ച് പറക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മാധ്യമത്തിൻ്റെ മുഖപ്രസംഗം എഴുത്തുകാരൻ പറഞ്ഞ പോലെ ഇത് തരംഗമൊന്നുമായിട്ടില്ല, പക്ഷേ ഒരു അടി ഒഴുക്കാണ്. അടിയുടെ ഒഴുക്കായിരിക്കും. അത് എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളത് നമുക്ക് സൗകര്യപൂർവ്വം ക്ഷമാപൂർവ്വം കാത്തിരുന്ന് കാണാം.